നിയമനം വൈകുന്നതിൽ എറണാകുളം PSC റീജിയണൽ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. റീജിയണൽ ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. നിതിൻ, നേരത്തെ ഈ ഓഫീസറുമായൊക്കെ ചർച്ച നടത്തുന്ന നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു. അതിനുശേഷം സാഹചര്യം വീണ്ടും സങ്കീർണമാവുകയാണോ? എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? നിതിൻ, കേൾക്കാമോ? നിതിൻ, ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എന്താണ്? പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് ശേഷം ഈ പ്രവർത്തകർ ഈ ഓഫീസറുമായി മേഖലാ ഓഫീസറുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിലൊരു സംഘർഷ സാധ്യതയിലേക്ക് പോയത്. SHOയുമായി അകത്ത് മീറ്റിംഗ് നടന്ന സമയത്ത് പുറത്ത് തൊഴിൽ സംഘം പ്രവർത്തകരും SHOയുമായി വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചർച്ചക്കടയിൽ നിന്ന് ഈ പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് പ്രവർത്തകരെ മുഴുവനായി ഓഫീസിൽ നിന്ന് ഈ റീജിയണൽ ഓഫീസിൽ നിന്നും പോലീസ് 2 പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ പ്രവർത്തകരെ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഈ റീജിയണൽ ഓഫീസിൽ നിന്നും PSCയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. 2 അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നിലവിൽ. ആദ്യം പോലീസ് ഇവരോട് ഈ സമരം നിർത്തണം, പ്രതിഷേധ സമരം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഈ സമരം നിർത്താൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അതിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് വെള്ളവും മറ്റുമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ സെൻട്രൽ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രവർത്തകർ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. PSC നിയമനവുമായി ബന്ധപ്പെട്ട് ഈ ഇവർക്ക് ഈ ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നില്ല, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് നിയമനം, പ്രത്യേകിച്ച് SFI അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്ക് നിയമനം നൽകുന്നു. പക്ഷേ ഇതിൽ പരീക്ഷ എഴുതുന്നവർക്ക്, റാങ്ക് ലഭിക്കുന്നവർക്ക് നിയമനം നൽകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രവർത്തകരെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ PSC ഓഫീസിലേക്ക് ഉപരോധം നടത്തി. ഇപ്പോൾ ഏതായാലും ഈ പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നിതിൻ, ഇപ്പോൾ കൂടുതൽ പോലീസ് സന്നാഹത്തെ സ്ഥലത്തേക്ക് എത്തിക്കേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? തുടക്കത്തിൽ പോലീസുകാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ തുടക്കത്തിൽ പോലീസുകാർക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ അവരെ തുടക്കത്തിൽ ഈ സമരം തടയാനോ, പ്രത്യേകിച്ച് ഈ ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുന്നതും ഉദ്യോഗസ്ഥനെ, മേഖലാ ഉദ്യോഗസ്ഥനെ ഉപരോധിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ പോലീസുകാർ തീരെ കുറവായിരുന്നു. പിന്നീട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് കൂടി, ആദ്യം തുടക്കത്തിൽ സൗത്ത് സ്റ്റേഷനിലെ കുറച്ച് ചുരുക്കം ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് സെൻട്രൽ സ്റ്റേഷനിലെ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ഈ സ്ട്രെങ്തിനെ വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഓഫീസിനകത്ത് നിന്ന് മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിയമനം വൈകുന്നതിലാണ് എറണാകുളം PSC റീജിയണൽ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നിരിക്കുന്നത്. നേരത്തെ മേഖലാ ഉദ്യോഗസ്ഥനുമായി ചർച്ച നടത്തിയിരുന്നു. അതിനു പിന്നാലെ വീണ്ടും സാഹചര്യം സംഘർഷഭരിതമാവുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് നിതിൻ സേവ്യർ.